ദൈവസന്നിധിയിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കായും ഞാൻ സ്തോത്രം ചെയ്യുന്നു. I thank the Lord for all of you who have gathered here this morning. വീണ്ടെടുപ്പുകാരനും രക്ഷകനുമാകുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവരെയും ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. I welcome all of you in the Redeemer's name. ഇന്ന് രാവിലെയും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് വ്യക്തവും തിട്ടവുമായി ഇടപെടേണ്ടതിനായി ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ആയിരിക്കാം. Let us be in a prayerful attitude that the Holy Spirit will speak to us this morning. വളരെ പ്രതിസന്ധികളും കഷ്ടങ്ങളും നിറഞ്ഞ ഒരു ലോകത്തിൽ നാം എത്തപ്പെട്ടിരിക്കുന്നു. We have come to a point where the world is having a lot of troubles and trials. എന്നാൽ അതിൻ്റെയൊക്കെ നടുവിൽ In the midst of all these, യഹോവ ഭക്തനെ തനിക്ക് വേർതിരിച്ചിരിക്കുന്നു. but God has separated his righteous. ആ ഭക്തന്റെ ഒരു പ്രത്യേകതയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. The righteousness of a man has been written here. ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിക്കുമ്പോൾ കേൾക്കും. I call upon the Lord and he hears me. രണ്ട് കാര്യങ്ങൾ നാം അവിടെ മനസ്സിൽ ചിന്തിക്കുക. Two things you can think about. ഒന്ന്, യഹോവ ഭക്തനെ ദൈവം വേർതിരിച്ചിരിക്കുകയാണ്. One thing is that God has separated the righteous. രണ്ട്, അവന്റെ പ്രത്യാശയാണ് അവൻ പ്രാർത്ഥിക്കുമ്പോൾ അവന്റെ പ്രാർത്ഥന ദൈവം കേൾക്കുമെന്ന്. It is his hope that the Lord hears the cry of his saint. അല്പസമയം ഞാനിവിടെ ദൈവവചനത്തിൽ നിന്ന് ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നത് What I would like to meditate this morning is സഖറിയാ പ്രവചനം 4-ാം അധ്യായം അതിന്റെ 6-ാം വാക്യമാണ്. Book of Zechariah chapter 4 verse 6. വായിക്കാം. അവൻ എന്നോട് ഉത്തരം പറഞ്ഞതെന്നാൽ, സെരുബ്ബാബേലിനോടുള്ള യഹോവയുടെ അരുളപ്പാടാവുക, സൈന്യത്താലല്ല ശക്തിയാലുമല്ല എന്റെ ആത്മാവിനാലത്രേ എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളിച്ചെയ്യുന്നു. മതി. ഇവിടെ നാം വായിപ്പാൻ ഇടയായി തീർന്നത്, What we read is ജീവിതത്തിൽ കടന്നു വരുന്ന പ്രതിസന്ധികളെ നമുക്ക് ജയിക്കുവാൻ, to overcome the problems and trials that we face. നമ്മളുടെ കായിക ബലം കൊണ്ട് നമുക്ക് കഴിയത്തില്ല. We cannot do anything through our own strength. പിന്നെ എങ്ങനെയാണ് നമുക്ക് ജയിക്കാൻ കഴിയുന്നത്? Then how can we overcome? ഇവിടെ നാം വായിച്ചത് ഇങ്ങനെയാണ്, This is what we read. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നമുക്ക് ജയിക്കാൻ കഴിയും. Through the power of the Holy Spirit we are able to overcome it. നാം വിചാരിച്ചത് കൊണ്ട് ചിന്തിച്ചത് കൊണ്ട് പല കാര്യങ്ങളും നമുക്ക് നേടിയെടുക്കാൻ കഴിയത്തില്ല. Many times we are not able to do a lot of things with the way we think or plan. നമ്മളുടെ പക്കൽ പലതും ഉള്ളത് കൊണ്ട് പലതും നമുക്ക് നേടാൻ പറ്റത്തില്ല. Because we have a lot of things, we cannot gain a lot of things. നമ്മുടെ പ്രശ്നങ്ങളെ ഒന്നും നമുക്ക് മാറ്റാൻ കഴിയത്തില്ല. We cannot change our troubles. അതുകൊണ്ട് ദൈവവചനം പറയുകയാണ്, So the word of God says, നമ്മൾ വിചാരിക്കുന്നതൊന്നുമല്ല ദൈവം നമ്മളെക്കുറിച്ച് ഉദ്ദേശിക്കുന്ന പ്ലാൻ. what God has planned about you and me is not the way we have planned ourselves. പലപ്പോഴും നമ്മൾ ഒത്തിരി കാര്യങ്ങൾ വിചാരിക്കും. We have planned a lot of things. ഒത്തിരി പ്ലാൻ ചെയ്ത് കണക്ക് കൂട്ടി വെക്കും. We plan and calculate a lot of things. ചിലരൊക്കെ ആണെന്നുണ്ടെങ്കിൽ രാത്രി മുഴുവൻ എഴുതി വെക്കും. Night you should sit and write down and script out what all we want to do. പക്ഷെ പ്രഭാതത്തിൽ എഴുന്നേൽക്കുമ്പോൾ ആ എഴുതി വെക്കുന്നത് പോലെ ഒന്നുമല്ല കാര്യങ്ങൾ നടന്നു നീങ്ങുന്നത്. But whatever we have planned the previous is not what is happening the next day morning. എന്നാൽ But നമ്മൾ തിരിച്ചറിയുക, one thing we should ഒരു recognize, ദൈവപൈതലിന്റെ ജീവിതത്തിൽ a child of God's life, കാര്യം നടത്തി തരുന്നത് ദൈവമാണ്. whatever is happening in our life is done by God. അതുകൊണ്ടാണ് ദൈവവചനം ഇങ്ങനെ പറയുന്നത്, That's why the word of God ഒരുവന്റെ says, ജീവിതത്തിൽ ദൈവമാണ് അവന്റെ നടത്തിപ്പുകാരൻ. so in a person's life God is the person who leads him. നമ്മുടെ ജീവിതത്തിന്റെ ആകത്തുകയെ ദൈവം അറിയുന്നു. God knows everything of our life. അപ്പോൾ ഇന്ന് രാവിലെ നാം ഇവിടെ വായിച്ചത് ഇങ്ങനെയാണ്. This is what we read this morning. ഒന്നുകൂടെ വായിക്കാം. Let's read it again. അവൻ എന്നോട് ഉത്തരം പറഞ്ഞതെന്നാൽ, സെരുബ്ബാബേലിനോടുള്ള യഹോവയുടെ അരുളപ്പാടാവുക, സൈന്യത്താലല്ല ശക്തിയാലുമല്ല എന്റെ ആത്മാവിനാലത്രേ എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളിച്ചെയ്യുന്നു. ഇവിടെ എന്തെങ്കിലും കാര്യങ്ങൾ നടക്കണമെങ്കിൽ If something has to happen, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി നമ്മളിൽ വെളിപ്പെട്ടു വരണം. so the power of the Holy Spirit should be highlighted through our lives. ശരിക്കും പറഞ്ഞാൽ To say, വളരെ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവൃത്തിയെ നമ്മുടെ ജീവിതത്തിൽ നേടിയെടുക്കുക എന്നുള്ളത്. to gain the Holy Spirit power or leading, it is not that easy. അതിന് നാം എന്താണ് ചെയ്യേണ്ടത്? What should we do for it? അതിന് ഒന്ന്, First thing, നാം നമ്മെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിക്കണം. we have to submit ourselves to the Lord's presence. രണ്ട്, ദൈവവചനത്തെ വ്യക്തമായി അനുസരിക്കണം. So second thing is we have to do or obey what the Lord says through His word. ദൈവാലോചനയ്ക്ക് കീഴ്പ്പെടുകയും ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കുകയും ചെയ്യണം. We have to obey the
word of God and submit ourselves to the word of God. ഇന്ന് അനേകരുടെ ചിന്താഗതി എന്ന് പറയുന്നത് What do many people think now is ബഹളം വെക്കുക, make noise, പാടുക, sing, ഇൻസ്ട്രുമെന്റ് മ്യൂസിക് ഒക്കെ ഉപയോഗിക്കുക, use instruments, കൈയടിക്കുക, clapping hands, ചാടിത്തുള്ളുക, jumping. ജീവിതത്തിൽ ഒന്നും ഉത്തരവാദിത്വത്തോടെ ചെയ്യേണ്ട. We don't have to do anything responsible of our life. ഈ കാലഘട്ടത്തിൽ നമ്മൾ ഇങ്ങനെ ആയിരിക്കുമ്പോൾ When we are in this present situation, അനേകരുടെ ചിന്താഗതി എന്ന് പറയുന്നത് ലോകക്കാരും നമ്മളും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ലെന്നുള്ളതാണ്. people think that there is no difference between the people of this world and us. എന്നാൽ ദൈവവചനം അനുസരിക്കുന്ന ഒരു ദൈവപൈതലിനെ സംബന്ധിച്ചിടത്തോളം ദൈവവചനം വ്യക്തമായി നിർദ്ദേശിക്കുന്നത് So according to a child of God in his life who obeys the word of God, this is what it instructs. എപ്പോഴും ലോകക്കാരും ദൈവപൈതലുമായി വ്യത്യാസമുണ്ട്. There is a difference between the people of this world and the spiritual man. കാരണം ലോകം നമ്മൾക്ക് യോഗ്യമല്ലെന്ന് കർത്താവ് പഠിപ്പിച്ചേ. The word of God says the world is not actually towards us. പത്രോസ് പഠിപ്പിച്ചത് ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ടെന്നാണ്. Peter also says that the world gives us a lot of trouble. പക്ഷേ ഈ ലോകത്തിന്റെ ബാധ്യതകളെ കർത്താവ് ജയിച്ചു എന്നാണ് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നത്. And the word of God also says that God has overcome the trials and temptations of this world. ഇന്ന് പകലിൽ നാം ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ When we are in the Lord's presence, നമ്മളുടെ ജീവിതത്തിൽ കടന്നു വരുന്ന പ്രതിസന്ധികളെ ലോകത്തോട് ചേർന്ന് ജയിപ്പാനല്ല, ലോകത്തിൽ നിന്ന് അകന്നു നിന്ന് ജയിപ്പാനാണ് ദൈവം നമ്മെ ആക്കി വെച്ചിരിക്കുന്നത്. God has kept us not to be in the world and do things, but rather to be segregated and then overcome all the things of this world. ഒരു വാക്യം കൂടെ ദൈവസന്നിധിയിൽ വായിക്കാം. Let us read another verse too. 2 തീമോഥെയോസിന്റെ ലേഖനം 2 Timothy 1 അധ്യായം chapter 1 അതിന്റെ 6 വാക്യം. verse 6. 2 തീമോഥെയോസിന്റെ ലേഖനം 1 അധ്യായം അതിന്റെ 6 വാക്യം. For this reason I remind you to fan into flame the gift of God which is in you through the laying on of my hands. ഇവിടെ നാം വായിപ്പാൻ ഇടയായി തീർന്നത് ഇങ്ങനെയാണ്. This is what we read. മലയാളത്തിൽ കൂടെ ഒന്ന് വായിക്കാമോ? Can you read in Malayalam too? അതുകൊണ്ട് എന്നെ കൈവെട്ടിനാൽ ഇതിലുള്ള ദൈവത്തിന്റെ കൃപാവരം ജ്വലിപ്പിക്കണമെന്ന് നിന്നെ അപ്പോൾ നമ്മളിൽ ദൈവ സാന്നിധ്യം അല്ലെങ്കിൽ ദൈവകൃപ കടന്നു വരുന്നത് എങ്ങനെയാണ്? How does the grace of God come into us? അഭിഷേകമുള്ള ദൈവഭക്തന്മാരുടെ കൈവെപ്പിനാലാണ് നമുക്ക് ലഭിക്കുന്നത്. The servant of God who has the audience, that from them we get the blessings. അനേക തരത്തിലുള്ള ശുശ്രൂഷകളുള്ള ദൈവദാസന്മാരെ, ദൈവഭക്തന്മാരെ നമുക്ക് കാണാൻ കഴിയും. We can see different kinds of sons of God with different kinds of gifts. അനേക വർഷങ്ങൾക്ക് മുമ്പ് Years ago, ഹൈദരാബാദിൽ ഒരു മീറ്റിങ്ങിന് ഞങ്ങൾ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ when we were in the Hyderabad meeting, ആ മീറ്റിങ്ങില് ഒരു ദൈവദാസൻ ശുശ്രൂഷയ്ക്കായിട്ട് കടന്നു വന്നു. അദ്ദേഹത്തിന്റെ പേര് മോറിസ് സെർലോ എന്നായിരുന്നു. the servant of God's name was Maurice Solo, who came there at that meeting. അന്നത്തെ ആ മീറ്റിങ്ങിൽ പതിനായിരക്കണക്കിന് ആൾക്കാരെ കൂടി വന്നിരുന്ന ഒരു മീറ്റിംഗ് ആയിരുന്നു. 10,000 or above people had gathered there that morning. ഞാനും വൈഫും ആ മീറ്റിങ്ങിന് വേണ്ടി, ആ സെമിനാറിന് വേണ്ടി കടന്നുപോയി. We were there at the meeting. രാവിലെ 10 മണിക്ക് തുടങ്ങുന്ന മീറ്റിങ്ങിന് രാവിലെ 4 മണിക്ക് തന്നെ ആൾക്കാർ വന്ന് അവിടെ വന്നിരിക്കും. The meeting was at sharp 10 a.m. but people gathered from 4 a.m. onwards. ഞങ്ങൾ സാധാരണ മീറ്റിങ്ങിന് രാവിലെ 3 മണി 4 മണി ആകുമ്പോഴേ അവിടെ ചെന്ന് ഇരിക്കുന്ന തന്നെ ഒരു 100-500 മീറ്റർ അകലെ നമുക്ക് ഇരിക്കാൻ പറ്റത്തുള്ളൂ. അത്രയും ക്രൗഡ് അപ്പം തന്നെ ഫുൾ ആയിരിക്കും. Even if you go by 3:30 time, you still see that the crowd will be too much and we have to sit back. ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടതിൽ ഏറ്റവും വലിയ ഒരു അത്ഭുതങ്ങളെന്ന് പറയുന്നത് അവിടെ വെച്ചായിരുന്നു. And that was the place where I saw the greatest miracle. ചില മുടന്തുള്ള ആൾക്കാര് സൗഖ്യം വരുന്നത് കാണാനിടയായി. I have seen the people who were able to walk. അതിനേക്കാൾ എല്ലാം ശ്രേഷ്ഠമായി എന്നെ ശ്രദ്ധിപ്പിച്ചതും ചിന്തിപ്പിച്ചതുമാകുന്ന ഒരു വിഷയം, The thing that captured me and had made me think. ഞങ്ങൾ ഇരുന്നതിന്റെ ഒരു സ്വല്പം അകലെ മാറി ഒരു ഫാമിലി, ഒരു 7-8 വയസ്സുള്ള ഒരു കുഞ്ഞുമായിട്ട് അവിടെ വന്നിരിക്കുന്നത് ഞങ്ങൾ ശ്രദ്ധിച്ചു. Away from us, a family who had a child with a difficulty. 2 കണ്ണുമില്ലാത്ത ഒരു കുഞ്ഞ്, A child with both the eyes blind. അതിങ്ങനെ കുഴിഞ്ഞ് താന്നിരിക്കുന്ന ആ ഭാഗം അങ്ങനെയായിരുന്നു. It was hollow. രാവിലെ മുതൽ അവിടെ ഇരുന്നുകൊണ്ട് പല പ്രാവശ്യം ഈ കുഞ്ഞ് കാണിക്കുന്ന മേടും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഞാൻ ആ കുഞ്ഞിനെ വളരെ ശ്രദ്ധിച്ചുകൊണ്ടേയിരുന്നു. I was noticing the child for the mischievousness that the little one was വളരെ ശ്രദ്ധയോടുകൂടി ആ മാതാപിതാക്കൾ ആ കുഞ്ഞിനെ ടേക്ക് കെയർ ചെയ്തുകൊണ്ടിരുന്നു. The parents were taking good care of the little one. പകലത്തെ പ്രാർത്ഥനയിൽ 10 മണിയുടെ പ്രാർത്ഥനയിൽ At the 10
a.m. prayer, അദ്ദേഹം വളരെ ശക്തമായിട്ട് ഇങ്ങനെ ദൈവദാസൻ മോറിസറിൽ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. servant of God Morrisella was praying that time. ദൈവവചനം ശുശ്രൂഷിച്ചു. He preached the word of God. അതിനുശേഷം അദ്ദേഹം ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, And then he said a statement. കണ്ണില്ലാത്തവർക്ക് ദൈവം കാഴ്ച കൊടുത്തുകൊണ്ടിരിക്കാന്ന് പറഞ്ഞു. He said a statement that who do not have eye, God is going to give it. അങ്ങ് അകലെ ഒരു കുഞ്ഞിന് ദൈവം കാഴ്ച കൊടുത്തുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. And he said that a little one who is far away from here is getting his vision. അപ്പൊ ഞാൻ പെട്ടെന്ന് ശ്രദ്ധിച്ചു. And that time I noticed. ഈ കുഞ്ഞിന്റെ ഈ ഭാഗം ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്ന പോലെ എനിക്ക് കാണാനിടയായത്. I noticed that the child's eyes was vibrating. അപ്പൊ ദേവദാസൻ പിന്നെയും വിളിച്ചു പറഞ്ഞു, Again it's servant of God. ദൈവം അവിടെ ഓപ്പറേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നു. God is doing surgery, he said. ഒരു 5 നിമിഷം ഇങ്ങനെ ഈ കുഞ്ഞിന്റെ ഭാഗവും മുഖവും എല്ലാം കൂടി ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്നത് പോലെ തോന്നി. I felt that the child's face was vibrating. അതിനുശേഷം പെട്ടെന്ന് ഈ കുഞ്ഞിന്റെ കണ്ണ് തുറന്നു വരാനിടയായത്. And that time the eye of the child was opening. ഞാൻ കണ്ടതിൽ ഏറ്റവും വലിയ ഏറ്റവും ഒതന്റിക് ആയിട്ടുള്ള ഒരു അത്ഭുതം അതായിരുന്നു. That was an authentic miracle that God did there. ആ കുഞ്ഞിനെ കൊണ്ട് സ്റ്റേജിൽ പോകുമ്പോൾ ഞാനും ഇതിന്റെ കൂടെ അടുത്ത് അവിടെ ചെന്നു. I also went along and saw how when the people were going towards the stage. 5-6 വയസ്സുള്ള ആ കുഞ്ഞെ കണ്ണുകൊണ്ട് കാണത്തക്കവണ്ണം ദൈവം അന്ന് ആ കുഞ്ഞിന് കാഴ്ച കൊടുത്തു. 6 or 7 years old was the child and the Lord made him see the world. ഞാൻ കണ്ടതിൽ ഏറ്റവും എൻ്റെ ഒത്തിരി അത്ഭുതങ്ങളെ കുറിച്ചൊക്കെ ആൾക്കാർ പറയുന്നതും പ്രസംഗിക്കുന്നതും കേട്ടിട്ടുണ്ടെങ്കിലും ലിറ്ററലി നമ്മുടെ കണ്ണുകൾ കൊണ്ട് കണ്ട ഒരു അത്ഭുതം. Though I've heard and heard about multiple miracles, that was the first miracle I've seen with my own eyes. ഇതുപോലെ ദൈവം നമ്മൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യാൻ തയ്യാറാണ്. And God is also ready to do a miracle for you. ഏത് രോഗത്തെയും മാറ്റുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. God can also heal any kind of diseases. ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല. There is nothing impossible by the Lord. ദൈവം വലിയവനാണ്. He is a great God. തികഞ്ഞ വിശ്വാസത്തോടെ ദൈവസന്നിധിയിൽ ഒരുവൻ സമർപ്പിക്കപ്പെടുമ്പോൾ, If a man submit himself in fullness of his heart, ആത്മാർത്ഥമായ കാഴ്ചപ്പാടോടെ ഒരുവൻ ദൈവസന്നിധിയിൽ ഏൽപ്പിക്കപ്പെടുമ്പോൾ, when we give ourselves with sincerity to the Lord, ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തികൾ ഒരുവന്റെ മേൽ കടന്നു വരും. then the work of the Lord will happen upon him. ഇവിടെ നാം വായിച്ചത് ഇങ്ങനെയാണ്, This is what we read. ദൈവത്തിന്റെ ദാസന്മാരുടെ കൈവപ്പിനാൽ നിങ്ങളുടെ മേൽ ലഭ്യമായിരിക്കുന്ന അഭിഷേകം. When the servants of God touch and the blessings of God, ഇന്ന് പകലിൽ നമ്മളിലും അപ്രകാരം ഒരു അഭിഷേകം പകരപ്പെടണം. let the power and ordinance happen in our lives too. അപ്രകാരം ദൈവത്തിന്റെ കൃപ നമ്മളിൽ പകരപ്പെടണം. That kind of strength of grace should happen in our ആ lives too. കൃപ നമ്മളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ When the grace is upon us, നാം ഇങ്ങനെ ചിന്തിക്കണം, we should think, ആ കൃപ നമ്മളിൽ പെരുകി വരാൻ എന്താണ് കാരണം? what is the reason for the grace to increase in us? പലപ്പോഴും നമ്മൾ ചിന്തിക്കുമ്പോൾ When we think multiple times, ഇന്നലകളിൽ നമ്മുടെ ജീവിതത്തിൽ ഫേസ് ചെയ്തിട്ടുള്ള ഒത്തിരി നെഗറ്റീവ് എക്സ്പീരിയൻസുകൾ ഒരുപക്ഷെ നമ്മളെ ഡിസ്കറേജിലേക്ക് അല്ലെങ്കിൽ നിരാശയിലേക്ക് തള്ളിവിടാൻ സാധ്യതയുണ്ട്. there's a possibility of the past experience that we went through of pain or sorrowful that can put you down. പല തോൽവികൾ, Many failures, പലതരത്തിലുള്ള തകർച്ചകൾ, many kind of disappointments, കടഭാരങ്ങൾ, loans, ഇടുക്കങ്ങൾ, struggling ഞെരുക്കങ്ങൾ, situations, painful situations, മറ്റുള്ളവരിൽ നിന്നുള്ള ഉപദ്രവങ്ങൾ, the problem that you face through others, മറ്റുള്ളവരുടെ കുത്തുവാക്കുകൾ, നമ്മളെ നിരാശപ്പെടുത്തുന്ന വേദനിപ്പിക്കുന്ന വാക്കുകൾ, the poking words from others, അങ്ങനെ ജീവിതത്തിൽ തകർത്ത് കളയുന്ന ഒത്തിരി ജീവിത സാഹചര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. there's different kind of situations that happen in our lives. എന്നാൽ ഇന്ന് പകൽക്കാലം ഞാൻ ദൈവാത്മാവിൽ നിങ്ങളോട് വിളിച്ചു പറയട്ടെ, But I would like to say it like this in this morning. ആരൊക്കെ നമ്മളുടെ ജീവിതത്തിൽ മറുപടി ഇല്ലെന്ന് പറഞ്ഞാലും, But whoever can say that you have no answer for your life, ഏതൊക്കെ വഴികൾ നമ്മുടെ മുമ്പിൽ അടച്ചു വെച്ചാലും, and whichever way they close it, ദൈവത്തിൽ വിശ്വസിക്കുന്ന ദൈവവൈതലേ, a person who believes God, നിന്റെ മുമ്പിൽ ഒരു ദൈവപ്രവൃത്തിയുണ്ട്. there is a miracle of God in your നിന്റെ life. മുമ്പിൽ ഒരു ദൈവത്തിന്റെ അത്ഭുതമുണ്ട്. There is a miracle hand of God. ഇന്ന് പകലിൽ വിശ്വസിക്കാമോ? Can you believe it? എന്റെ മുമ്പിൽ ഒരു ദൈവത്തിന്റെ അത്ഭുതമുണ്ട്. There is a miracle of അത് God. ഞാൻ കണക്ക് കൂട്ടുന്നത് പോലെയല്ല. It is not the way I calculate. എനിക്ക് ചിന്തിക്കാൻ പലതും കഴിഞ്ഞെന്ന് വരത്തില്ല. I may not be able to think about it. കാരണം എന്റെ അല്പസമയം കഴിഞ്ഞ് ഒരു 12 മണിയാകുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് എനിക്ക് അറിയത്തില്ല. I might not know what is going to happen after 12 o'clock. പക്ഷേ നന്നായി കാണുന്ന ഒരു ദൈവം, But there's a God who sees. അവൻ എന്നോട് കൂടെയുണ്ട്. He is with me. നിന്റെ മുമ്പിൽ നിൽക്കുന്ന എത്ര ഉയർന്ന മതിലുകളായാലോ, However big the mountain is, അസാധ്യങ്ങൾ എത്ര വലുതായിരുന്നാലും, however impossible
all the things are there. ഇന്ന് പകൽക്കാലം ഞാൻ വിളിച്ചു പറയാം, I like to say ഈ this. ദൈവവചനത്തിൽ ആശ്രയിച്ച്, If you trust in the word of God, ഈ ദൈവവചനത്തിന്റെ ശക്തിയിൽ ആശ്രയിച്ച് if you believe the strength of ഞാൻ God, ദൈവാത്മാവിൽ വിളിച്ചു പറയട്ടെ, and I'll say this, നിന്റെ അസാധ്യങ്ങൾ മാറിപ്പോകും, your impossible will be moved out. നിന്റെ രോഗങ്ങൾ മാറിപ്പോകും, Your sickness will be wiped out. നിന്റെ കണ്ണുനീരുകൾ മാറിപ്പോകും. Your tears will be wiped out. അതെന്റെ വാക്കുകൾ കൊണ്ടല്ല, It's not because my അത് words, ദൈവവചനത്തിന്റെ ശക്തിയാണ്. that's because the power of God's word. ഇന്ന് പകൽക്കാലം വിശ്വസിക്കാമോ? Can you believe ഞാൻ it? ഇങ്ങനെ പറയട്ടെ, ഇത് അതിവേഗത്തിൽ ചലിക്കുന്ന വ്യക്തിയാണ്. It is quickly happens. അതിവേഗത്തിൽ ചലിക്കുന്ന ദൈവവചനമാണിത്. It is the power of God that shakes. ഇത് യജമാനന്റെ ഉത്തരവ് നിവർത്തിക്കുന്ന ദൈവവചനമാണിത്. This is the word of God that obeys the master's. അതുകൊണ്ട് ദൈവസന്നിധിയിൽ ഇന്ന് പകൽക്കാലം നമ്മെ തന്നെ സമർപ്പിക്കാം. So let us surrender അപ്പൊ നമ്മൾ ourselves to God. ചെയ്യേണ്ടുന്ന ഒന്നാമത്തെ വിഷയം, The thing that we have to do നമ്മുടെ first, കഴിഞ്ഞ കാലങ്ങളിൽ നടക്കാതെ പോയ നിരാശജനകമാകുന്ന കാര്യങ്ങളെ ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുക. let us keep away the path that did not give us any prosperity. എന്നിട്ട് നാം എന്താണ് ചെയ്യേണ്ടത്? And then what we should do? ദൈവസന്നിധിയിൽ ധൈര്യമായിട്ട് മുൻപോട്ട് പോകുവാൻ തയ്യാറാകുക. Let us prepare ourselves to walk forward with the power of God. എന്താണ് ദൈവവചനം പറഞ്ഞത്? What is the word of God സൈന്യത്താലല്ല, says? It's not by the ശക്തി കൊണ്ടല്ല, it's by the പിന്നെ strength, എന്തുകൊണ്ടാണ്? but then through what? ദൈവത്തിന്റെ ആത്മാവിനാലാണ് നമുക്ക് വിടുതൽ സംഭവിക്കുന്നത്. We are able to receive the deliverance with the power of God. ഇനി രണ്ടാമതൊരു കാര്യം കൂടി ഞാൻ പറയാം. And what I'd like to say next thing, ദൈവം നമ്മിൽ പകരപ്പെട്ടിരിക്കുന്നത് എന്താണ്? what did God give into us? തീമോഥെയോസിന്റെ ലേഖനം 1-ാം അധ്യായം അതിന്റെ 7-ാം വാക്യം വായിക്കുമ്പോൾ When we read the first chapter of Timothy, അവിടെ ഇങ്ങനെയാണ് കാണാൻ കഴിയുന്നത്. this is what we notice. ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല, It's not the heart of fear, ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെയും ആത്മാവിനെ അത്രേ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. God has not given the spirit of fear, but the power and love and of sound mind. അപ്പോൾ നമ്മിൽ പകരപ്പെട്ടിരിക്കുന്ന ആത്മാവിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, So what is the importance of the power of God? ഒന്ന് ഭയത്തിന്റെ ആത്മാവല്ല, It is not the spirit of fear. രണ്ട് ശക്തിയുടെ ആത്മാവാണ്, It is the power of the spirit. മൂന്ന് സുബോധമുള്ള ആത്മാവാണ്. It has given us the understanding. മൂന്ന് കാര്യങ്ങൾ ഇവിടെ വ്യക്തമാണ്. The three things is clear. ആർക്കെങ്കിലും ഭയമുണ്ടെങ്കിൽ If anybody has fear, ഇന്ന് പകൽക്കാലം ചിന്തിക്കേ, think today. എൻ്റെ ഭയമുള്ള ജീവിത സാഹചര്യം എന്ന് പറയുന്നത് എന്നിൽ പകരപ്പെട്ടിരിക്കുന്ന ആത്മാവിന് ശക്തിയില്ല. The power of fear which is in me does not have any power because the power of God is in me. അല്ലെങ്കിൽ നിന്നിൽ ആത്മാവിന്റെ ശക്തി ഉണ്ടെന്ന് പറയുന്നേ ഉള്ളൂ, അത് ശരിക്കും ഉള്ള ആത്മാവിന്റെ ശക്തി അല്ല. You are saying that you have the power of God, but it is not actually the power of God. അപ്പോൾ ഇന്ന് പകൽക്കാലം ദൈവാത്മാവിൽ നിനക്ക് പറയാൻ പറ്റുമോ? Can you say today എൻ്റെ the power of God? ഭയത്തെ മാറ്റുന്നതാണ് എന്നിൽ പകരപ്പെട്ടിരിക്കുന്ന ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി. Can you say that the power of God that in me is a power that takes away the fear from me? ഒരുവൻ വാസ്തവമായി കർത്താവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് When a person receives Christ as Savior, ദൈവ മകനും മകളുമായി ജീവിക്കുമ്പോൾ, when we lead as a style of God as son and മറന്നു പോകരുത്. don't forget, നമ്മളൊരു അത്യന്ത ശക്തി പകരപ്പെട്ടിട്ടുണ്ട്. there is a power within us. ഈ അത്യന്ത ശക്തി എന്ന് പറയുന്നത് This power, ഇത് ദൈവത്തിന്റെ ദാനമാണ്. it is the free gift of ഇത് God. ഞങ്ങൾക്ക് സ്വന്തമല്ല, It is not ഇത് mine. ദൈവത്തിന്റെ ദാനമാണ്. It is God's gift. അപ്പോൾ നമ്മളിൽ പകരപ്പെട്ടിരിക്കുന്ന അത്യന്ത ശക്തി എന്ന് പറയുന്നത് The power that is in us, ഭീരുത്വത്തിന്റെ ആത്മാവല്ല. it is not a spirit of fear. പിന്നെ എന്താണ് നമ്മളിൽ പകരപ്പെട്ടിരിക്കുന്നത്? Then what kind of power is സ്നേഹത്തിന്റെ ആത്മാവാണ്. the power of love? ഇന്ന് നമ്മുടെ ആത്മീക സമൂഹത്തിൽ In the spiritual world, പരസ്പരം മത്സരമാണ്. it is all challenging fights for it. ഇന്ന് ക്രിസ്തീയ ഭവനങ്ങളിൽ In many Christian families, പരസ്പരം മത്സരമാണ്. there are all challenges. അമ്മയപ്പന്മാരോട് ചേരാത്ത മക്കൾ, The children who are against parents, മക്കളോട് ചേരാത്ത അമ്മയപ്പന്മാർ, parents who are against the children, സഹോദരന്മാർ തമ്മിൽ കൊല്ലുന്ന കാലം a time where siblings fight for ചില ദിവസങ്ങൾക്ക് each other. മുമ്പ് ശ്രദ്ധിച്ചു കാണും. You would have seen certain days ago, ഒരു ചെറുപ്പക്കാരൻ a young man, 14 വർഷങ്ങൾക്ക് മുമ്പ് അപ്പനെ തല്ലിക്കൊന്നു. he killed his father 14 years ago. ആരും അറിയാതെ കുഴിച്ചിട്ടു. He buried him. ചില മാസങ്ങൾക്ക് മുമ്പ് A few months ago, അമ്മയെ തല്ലിക്കൊന്നു, he killed his mom. കുഴിച്ചിട്ടു. He buried her. സഹോദരനെ തല്ലിക്കൊന്നു, He killed his brother. കുഴിച്ചിട്ടു. He buried him. എന്തെല്ലാം ലോകം.
what kind of world we are living in. അവരുടെ ടോട്ടൽ അസറ്റ് എടുത്താല് If you take the whole assets of them, ആകെ 6-7 സെന്റ് വസ്തുവും it's only 6 cents of ഒരു land, ചെറിയ വീടുവേ ഉള്ളൂ. a small house. കൂടി വന്നാൽ ഒരു 20 ലക്ഷം രൂപ കിട്ടുമായിരിക്കാം. You might get 20 lakhs of the ആ property. ആ പ്രോപ്പർട്ടിക്ക് വേണ്ടി For that property, അപ്പനെ കൊന്നു, he killed his father, അമ്മയെ കൊന്നു, he killed his mother, സഹോദരനെ കൊന്നു. he killed his brother. പരസ്പര മത്സരം. It's all a fight. എത്ര ഈ കഴിഞ്ഞ 6 മാസത്തിനിടയ്ക്ക് എത്ര കൊലയാണ് നമ്മൾ കാണാൻ കഴിയുന്നത്. Past 6 months, how many murders have we heard? ഒരാഴ്ചക്ക് മുമ്പ് കർണാടകത്തില് A few days ago in Karnataka, വസ്തുതർക്കം ഉണ്ടായിട്ട് because they had a fight for the property, 6 പേരെയാ ഒരു വീട്ടിലേക്ക് വെടിവെച്ച് വന്നത്. 6 people were killed. 6 പേരെ. 6 people. നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. You would have noticed. എന്തോ വല്ലാത്ത ഒരു ലോകം. What kind of world? എന്താ സ്നേഹം നഷ്ടപ്പെട്ടു. They've lost love. സ്നേഹം നഷ്ടപ്പെട്ടു. They lost love. മൂല്യം നഷ്ടപ്പെട്ടു. They lost the importance of love. സ്തോത്രം. ഇന്ന് പകൽക്കാലം നമ്മൾ മറന്നു പോകരുത്. Let us not forget. അന്ധകാര ശക്തികൾ ഈ ലോകത്ത് കളിയാടിക്കൊണ്ടിരിക്കുക. The evil power is moving everywhere. ഏത് വിധേനയും എന്നെയും നിങ്ങളെയും വിഴുങ്ങിക്കളയുവാൻ ശത്രുവായവൻ ശ്രമിക്കുന്നുണ്ട്. However, the evil one wants to destroy you or devour your life. ഇന്ന് പകൽ ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടും ഞാൻ പറയട്ടെ, I would like to say this to you. ഉറങ്ങിയും മയങ്ങിയും ഇരിക്കാനല്ല കർത്താവ് നമ്മളെ വിളിക്കുന്നത്. God did not call you to be സ്നേഹം sleeping. കുറഞ്ഞു പോകുന്നെങ്കിൽ, If you are losing the love, വിശ്വാസം കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ, if your faith is reducing, ദൈവസ്നേഹം കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ, if God's love is reducing, പ്രാർത്ഥന കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ, prayer life is reducing, ദൈവവചനത്തോട് അകൽച്ച തോന്നുന്നുണ്ടെങ്കിൽ, you feel away from the ഇന്ന് word of രാവിലെ God. ഞാൻ വിളിച്ചു പറയാ, I would like to say this. നിങ്ങളിൽ പ്രവർത്തിക്കുന്ന ആത്മാവിന്റെ ശക്തി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. The power of God is reducing in അത് you. നമ്മൾ ഓരോരുത്തരും സ്വയശോധന ചെയ്യണം. We have to examine എന്നിൽ ourselves. എങ്ങനെ ദൈവത്തിന്റെ പ്രവൃത്തി കുറഞ്ഞു പോകുന്നു. How is that the power of God is moving away from us? എന്ത് പറഞ്ഞാലോ, Whatever we say, എന്ത് ചെയ്താലോ, whatever we do, നമുക്ക് പലപ്പോഴും ക്രോധം തോന്നുന്നെങ്കിൽ if we are getting anger, നമ്മുടെ കൺട്രോൾ നമ്മളല്ല, our control is not ourselves. നമ്മളിൽ പ്രവർത്തിക്കുന്ന അന്ധകാര ശക്തിയാണ്. It is the power of the ഇത് evil one. കണ്ടറിഞ്ഞ് പ്രാർത്ഥിച്ചേ പറ്റത്തുള്ളൂ. We should understand that and pray. നമ്മൾ എന്താ ചെയ്യേണ്ടേ? What should we do? നമ്മുടെ വൈകല്യങ്ങൾ അല്ലെങ്കിൽ കുറവുകൾ കണ്ടറിഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരു സ്വഭാവം നമ്മൾ വീണ്ടെടുക്കണം. We should have a habit of understanding our weaknesses and come out of it. നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നേ, And many times what we think is, എല്ലാം നമ്മൾ കറക്റ്റ് ആണ്. we are right in every way. എല്ലായിടത്തും നമ്മൾ കറക്റ്റ് അല്ല. Every way we are not right. ഈ പറയുന്ന എനിക്കും In me, ഈ വചനം കേൾക്കുന്ന നിങ്ങൾക്കും people who listen to it, എല്ലാവർക്കും കുറവുകളുണ്ട്. everyone has a weakness. എന്റെ കുറവുകൾ കണ്ടറിഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരു സ്വഭാവം ഈ ദിവസങ്ങളിൽ വളരണം. We should have a habit of accepting our mistakes and pray for it. വലിയ കൃപയൊന്നും പ്രാപിച്ചില്ലെങ്കിലും, Even if you don't have too much of ഒത്തിരി grace, രോഗികളെ സൗഖ്യമാക്കിയില്ലെങ്കിലും, even if you don't heal many sick എന്റെ people, കുറവ് എന്താണെന്ന് കണ്ടറിഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരു സ്വഭാവം നമ്മളുണ്ടാകും. I should have a quality of understanding my fault and recognizing it and coming out of it. പക്ഷെ നമുക്കത് കഴിയത്തില്ല. We are not able to do നമ്മുടെ it. ചിന്താഗതി എന്ന് പറയുന്നത് Our thoughts are, നമ്മളെല്ലാം മിസ്റ്റർ ക്ലീൻ ആണെന്നുള്ള ചിന്താഗതിയാണ്. we all think that we are Mr. Clean. ഇല്ല, No. നമ്മുടെ കുറവുകൾ കണ്ടറിഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കണം. We should understand our weaknesses and pray. കാരണം നമ്മളിൽ പകരപ്പെട്ടിരിക്കുന്നത് What is in us ഭീരുത്വത്തിന്റെ ആത്മാവല്ല, is not a spirit of fear. പിന്നെന്തിന്റെ ആത്മാവാണ്? Then what kind of spirit? സ്നേഹത്തിന്റെ ആത്മാവാണ്. The power of love. ഇനി രണ്ടാമത്തെ കാര്യം, The next thing is, സുബോധത്തിന്റെ ആത്മാവാണ്. it is a spirit of acknowledging or എന്താ understanding. ഈ സുബോധത്തിന്റെ ആത്മാവെന്ന് പറഞ്ഞാൽ? What do you mean by sound mind? ചെയ്യേണ്ടുന്ന കാര്യം ചെയ്യേണ്ടുന്നത് പോലെ ചെയ്യേണ്ടുന്ന സമയത്ത് ചെയ്യാൻ പറ്റുക എന്നതാണ് സുബോധത്തിന്റെ ആത്മാവ്. The sound mind is a mind that makes you do things at the right time and in the right way. ഞാനൊരു സിമ്പിൾ ഉദാഹരണം പറയാം. A simple example can be said. ഒരു കുഞ്ഞ് 10ാം ക്ലാസ്സിൽ പഠിക്കുക. A child is studying in 10th standard. അവന് എക്സാമിന്റെ സമയത്ത് പഠിക്കാതെ Instead of studying during the exam, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അലഞ്ഞു നടന്നു. he just walked away from preparing from his exams. എക്സാം സമയത്ത് During the exam, പരീക്ഷ ശരിക്കും എഴുതാൻ പറ്റിയില്ല. he is not able to write his exam. അവൻ കറക്റ്റായിട്ട് അവന്റെ കാര്യം ചെയ്യുന്നുണ്ടോ? Is he doing his work correctly? ഇല്ല. No, അവന് സുബോധം നഷ്ടപ്പെട്ടിരിക്കുക. because he lost his sound mind. അവന്റെ സുബോധത്തെ കൺവിൻസ് ചെയ്യണം. He must make or understand ഇന്ന് his പകൽ sound ഇവിടെ mind. വന്നിരിക്കുന്ന ദൈവമക്കളെ, Children who gather ഈ here, ദൈവദാസന്മാരുടെ അമ്മയപ്പന്മാരുടെ ഒക്കെ ജീവിതത്തിന്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ the purpose of the servant of God or the parents തെറ്റ് കാണുമ്പോൾ അതിനെ കറക്റ്റ് ചെയ്യാന്നുള്ളതാണ്. is to see your mistake and correct you. പക്ഷെ ഇന്നത്തെ കാലത്ത് കറക്ഷൻ എന്ന് പറയുന്നത് ആർക്കും ഇഷ്ടമുള്ള കാര്യമേ അല്ല. But no one likes correction these days.
കറക്ഷൻ പറഞ്ഞാൽ ഉടനെ നമ്മുടെ മുഖം വീർക്കും, So when we say correct someone and Nammal- give the face a change, നമ്മൾ മിണ്ടത്തില്ല, we won't speak, ആഹാരം we കഴിക്കത്തില്ല. won't eat, പല പിന്നെ പ്രശ്നങ്ങളാണ്. and different kind of അപ്പൊ problems. പലരും ഒരു പക്ഷേ കണ്ണടച്ചെന്ന് വരാം. And some people might close their പക്ഷെ eyes. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, I would like to say this. ദൈവസന്നിധിയിൽ കടന്നു വന്നിരിക്കുമ്പോൾ നമുക്കൊരു സുബോധം വേണം. We should have a sound mind. ഇന്ന പ്രായത്തിൽ ഇന്നത് ഞാൻ ചെയ്യണം. At this age, this is what I should do. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി 16 വയസ്സുള്ളപ്പോൾ അവൻ 10ാം ക്ലാസ് പാസ്സാകണം. When he is 16 and studying in 10th standard, he should study and pass 10. കഴിഞ്ഞ ദിവസം ഒരു മാതാവുമായിട്ട് ഞാൻ സംസാരിച്ചു. I spoke to a parent. ചിലരൊക്കെ എന്നെ ഫോണിൽ വിളിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി വിളിക്കാറുണ്ട്. Some people call me for prayer. ആ മാതാവ് എന്റെ മുമ്പിൽ വളരെ കരഞ്ഞു. The mother cried in front of me. അവരെന്നോട് പറഞ്ഞു, She said, പാസ്റ്ററെ എന്റെ മോന് വേണ്ടി പ്രാർത്ഥിക്കണം. Pastor, pray for my son. ഇവിടെ അടുത്തുള്ള ജയിലിൽ അടയ്ക്കപ്പെട്ടിരിക്കുകയാണ്. He is in the jail. എന്നോട് ആ സഹോദരി ചോദിച്ചു, പാസ്റ്റർ ഒന്ന് പ്രാർത്ഥിക്കാമോ? ഈ വിഷയങ്ങളൊക്കെ പറയുന്നതിന് മുമ്പ് ഒന്ന് പ്രാർത്ഥിക്കാമോ? Before I could tell the reasons of everything, can you please pray? ഞാൻ ഒരു 2-4 നിമിഷം ആ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. 2 to 4 minutes I pray for the lady. എന്റെ മകന്റെ അവസ്ഥ എന്താണ്? What is the situation of my ഞാൻ പറഞ്ഞു, son? ദൈവാത്മാവ് എന്നെ കാണിക്കുന്നത് ഇങ്ങനെയാണ്. This is what the Lord showed. അവൻ ഇങ്ങനെ തലയിൽ കൈ ഇങ്ങനെ വെച്ചിട്ട് He kept his hand on his head മുടിക്കകത്തേക്ക് അവൻ വിരൽ വെച്ച് and he holds on his head. ഇങ്ങനെ വലിച്ചു പറിക്കുന്നത് പോലെ ഇരിക്കുന്ന ഒരു സാഹചര്യമാണ് ഞാൻ കാണുന്നത്. He's pulling his head. That's what I see. അത് പറഞ്ഞപ്പോൾ ആ മാതാവ് ഏങ്ങി കരഞ്ഞു. The mother cried aloud. എന്നിട്ട് അവരും ചോദിച്ചു, അതാണോ പാസ്റ്റർ കണ്ടത്? Is that what you saw, ഞാൻ Pastor? പറഞ്ഞു, അതെ, അതാണ് ഞാൻ കണ്ടത്. So that's what I saw. അവരോട് പറഞ്ഞു, ഇപ്പോഴത്തെ അവസ്ഥ അത് തന്നെയാണ് പാസ്റ്റേ. That is what his situation ഇവിടെ right now. അടുത്തുള്ള ഒരു ജയിലിൽ In that jail that's nearby. ചില ആഴ്ചകൾക്ക് മുമ്പ് അവൻ അടയ്ക്കപ്പെട്ടു. He was put in the prison. എന്ത് ചെയ്യണമെന്നറിയാതെ അവൻ വേദനിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. He did not know what to do and ഞങ്ങൾക്ക് അവനെ ഇറക്കുവാൻ കഴിയത്തില്ല. we are not able to bring him out. കാരണം മയക്കുമരുന്ന് കേസിൽ അവൻ അകപ്പെട്ടു. He was captured for the drugs. കൂട്ടുകാരാൽ അവൻ ചതിക്കപ്പെട്ടു. Because of his friend, he എന്ത് was ചെയ്യണമെന്ന് അറിയത്തില്ല. we do not know what to ഈ do. ലോകം തകർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. The world is coming to a bad ആവശ്യമില്ലാത്ത situation. കൂട്ടുകാർ നമ്മളെ പ്രലോഭിപ്പിക്കും. Wrong friends would make us get into wrong things. അപ്പൊ ഞാൻ ചോദിച്ചു, എന്ത് പറ്റി? What happened? അവനെ ചതിച്ചു പാസ്റ്ററെ. They cheated him. അവര് പറഞ്ഞ വാചകം ഇതാണ്, This is what they said. അവന്റെ ബാഗിൽ ഒരു പൊതി കൊടുത്തിട്ട് പറഞ്ഞു, They gave a packet and ഈ said, ഈ സാധനം ബാംഗ്ലൂരിൽ കൊണ്ടുവന്ന് കൊടുക്കണമെന്ന്. go give it in Bangalore. അവൻ ശ്രദ്ധിച്ചില്ല. He did not notice. അവനത് വാങ്ങിച്ചു. He bought it. വന്ന വഴിയിൽ പോലീസ് പിടിച്ചു. And on the way, the police caught him. അതിനകത്ത് മുഴുവൻ ഏതോ മയക്കുമരുന്നായിരുന്നു. And all drugs. ഒന്നും അറിയാതെ അവൻ പിടിക്കപ്പെട്ടു. Without knowing anything, he was നമ്മളൊക്കെ captured. പരോപകാരത്തിന് പോകുന്നവരാ. We are the people who do help. ഇന്നത്തെ കാലത്ത് പരോപകാരത്തിന് പോകാൻ സൂക്ഷിച്ചോണം. When you try to help people, be careful. പരോപകാരത്തിന് പോകാൻ നമ്മൾ സൂക്ഷിച്ചോണം. We should be careful when we help. നമ്മളെ നന്നായി അറിയാവുന്ന ആൾക്കാരെ അല്ലാതെ വേറെ ആരെയും സഹായിക്കാൻ പോകരുത്. Whom we know very well, only those people we should ഇതൊരു help. എനിക്ക് 5 ദിവസത്തിന് മുമ്പ് സംഭവിച്ചൊരു കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത്. I'm telling you what happened 5 days ago. ഇന്ന് പകൽ ദൈവസന്നിധിയിൽ കടന്നു വന്നിരിക്കുന്ന ദൈവമക്കളെ, Children of God are gathered ഒരു here. വല്ലാത്ത ലോകത്താണ് നാം ജീവിക്കുന്നത്. We are living in a നമ്മൾ terrible world. സുബോധമായിട്ടിരിക്കണം. We should be in sound mind. സ്തോത്രം സ്തോത്രം. നമ്മൾ എയർപോർട്ടിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ When we travel in the airport, ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, I have noticed. ആൾക്കാരൊക്കെ സാധനം നമ്മൾ എടുത്ത് വെച്ചിട്ട് പറയും, ഇതൊന്ന് നോക്കിക്കോണേ, ഞാൻ അങ്ങോട്ടൊന്ന് പോയിട്ട് വരട്ടെ എന്ന്. When we are standing there, they say, "Just look at this. I just come now." കഴിയുന്നുണ്ടെങ്കിൽ അവിടെ 4 ചെയർ അങ്ങോട്ട് മാറി ഇരുന്നോണം. So you try to move from there 4 seats away. ആ സമയത്ത് ആ പോലീസ് വരുന്നെങ്കിൽ If that's the time the police നിങ്ങളുടെ come, ആണെന്ന് പറഞ്ഞ് വേണേ പിടിച്ചു വെക്കും. they might think that it's yours. വല്ലാത്ത ഒരു കാലം. A very terrible world. ട്രെയിനിലും പ്ലെയിനിലും ഒക്കെ യാത്ര ചെയ്യുന്നവരാ നമ്മള്. We all are people who travel ഇന്ന് by പകൽ flight. വല്ലാത്ത ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. We are living in a terrible world. സുബോധത്തോടെ നാം ജീവിക്കണം. Let us live in a sound ഞാനിവിടെ mind. പറഞ്ഞു വന്നത്, What I'm saying is, നമ്മളിൽ പകരപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവ് the Holy Spirit that's in us, ഇതിനെ എല്ലാം വിവേചിക്കുന്നതാണ്. it discerns it. ഇത് വിവേചിക്കണമെങ്കിൽ To discern it, ചുമ്മാ വിവേചിക്കത്തില്ല. you will not simply ഇത് discern. തിരിച്ചറിയാൻ വേണ്ടി അതിന്റെ കൃപയ്ക്കായി കാത്തിരിക്കണം. We have to wait upon the grace of God to discern. അതിന്റെ കൃപയ്ക്കായിട്ട് എന്ത് ചെയ്യണം? What should we do for the grace? നമ്മൾ കാത്തിരിക്കണം. We have to wait upon ഈ it. ദിവസങ്ങളിൽ നമുക്ക് കാത്തിരിക്കാൻ പറ്റുമോ? Can we wait upon it? അപ്പോൾ നമ്മളിൽ പകരപ്പെട്ടിരിക്കുന്നത് ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല. So it's not the spirit of fear. ഇനി അതിന്റെ മറ്റൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞ എന്റെ വാക്കുകൂടെ നിർത്താം. I would like to say one more മത്തായിയുടെ thing. സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 33-ാം വാക്യമാണ്. ബുക്ക് ഓഫ് Matthew chapter 6:33. നമ്മൾ എന്താ ചെയ്യേണ്ടത്? What should we do? മുൻപേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക. Seek ye first the kingdom of God and his righteousness. അടുത്തത് എന്താ? അതോടുകൂടെ ആ ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടും. അതോടുകൂടെ നിങ്ങൾക്ക്
ഇതൊക്കെയും ലഭിക്കും. and everything shall be added unto you. ഇന്നത്തെ ആത്മീക ലോകത്തിന്റെ പരാജയം എന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? The failure of today's world is, മുൻപേ സ്വന്തം കാര്യം നോക്കുക, first we look into our own work അത് കഴിഞ്ഞിട്ട് ആരാധന. and then serve. സ്തോത്രം. Jesus. ഇന്ന് പകലിൽ ദൈവസന്നിധിയിൽ വന്നിരിക്കുമ്പോൾ When we are in the Lord's presence, സ്വന്തം കാര്യം നോക്കണ്ടെന്നൊന്നും ഞാൻ പറഞ്ഞില്ല. I'm not saying that you should not look into your work. ജോലിക്ക് പോകണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. I'm not saying you should not go for work. നമുക്ക് കൂട്ടുകാർ വേണ്ടാന്ന് ഞാൻ പറഞ്ഞില്ല. I'm not saying you should not have friends. ആരാധന ദൈവത്തെ പ്രസാദിപ്പിക്കുന്നത് കഴിഞ്ഞിട്ട് വേണം മറ്റുള്ളതെല്ലാം. We should give first priority to God and His work and then the other thing. കഴിഞ്ഞ ദിവസം VD സതീശൻ എന്ന കേരള ചീഫ് മിനിസ്റ്ററുടെ ഒരു പ്രസ്താവന ഞാൻ ഇങ്ങനെ വായിക്കാനിടയായി, I heard a statement of the Chief Minister of Kerala. കേൾക്കാനിടയായി തീർന്നു. I heard it. അദ്ദേഹം പറഞ്ഞത്, This is what he said. എത്ര തിരക്കുണ്ടെങ്കിലും However busy I am, എല്ലാ ദിവസവും രാവിലെ every day morning, ഒരു അധ്യായം ബൈബിളിന്റെ വായിക്കുന്നു. he reads the Word of God. നമുക്ക് പറ്റുമോ? Are we able to? ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ നമുക്ക് പറ്റുമോ? Are we able to? ഒന്ന് കേട്ടെ, നിങ്ങൾ ആരും ഉറങ്ങരുത്, ഒന്ന് പറ്റുമോ? Are we able? Don't sleep. എത്ര തിരക്കുണ്ടെങ്കിലും രാവിലെ ഒരു ഹൈന്ദവനായ ഒരു ചീഫ് മിനിസ്റ്റർ പറയുകയാണ്, ഞാൻ എത്ര തിരക്കുണ്ടെങ്കിലും ഒരധ്യായം എല്ലാ ദിവസവും ബൈബിളിന്റെ വായിക്കും. The Chief Minister of Kerala said a statement, every morning you don't miss reading one chapter from the Bible. ഞാൻ ആരോടും ഇങ്ങനെ പറഞ്ഞു, And I said someone, ശരിക്കും ദൈവദാസന്മാർ പോലും പലരും അങ്ങനെ ചെയ്യത്തില്ല. even the servants of God do not do that. ചിലപ്പോൾ ഒരു പക്ഷേ നമ്മളൊക്കെ ആ കാര്യങ്ങളിൽ മിസ്സായി പോകും. We would miss it. പക്ഷേ ആ മനുഷ്യൻ അങ്ങനെ വായിക്കുമെന്ന് പുള്ളി പറഞ്ഞു. And this Chief Minister said a statement. ഇന്ന് പകൽ ദൈവസന്നിധിയിൽ കടന്നു വന്നിരിക്കുമ്പോൾ When we have come to the Lord's എത്ര presence, തിരക്കുണ്ടെങ്കിലും however busy we are, ഒരു അധ്യായം ഒന്നും വായിച്ചില്ലെങ്കിലും even if you are not reading one അറ്റ്ലീസ്റ്റ് ഒരു full 5 chapter, വാക്യമെങ്കിലും വായിച്ചിട്ട് at least 5 or 6 verses, ഒരു 15 മിനിറ്റ് ഒരു സ്പിരിച്വൽ ഡെവലപ്മെന്റിന് വേണ്ടി for 15 minutes for our spiritual growth, നമുക്ക് സ്പെൻഡ് ചെയ്യാൻ കഴിയത്തില്ലേ? can we not spend it? ഞാൻ ഇങ്ങനെ പറയാം, I would like to say കഴിയുമെങ്കിൽ 1 മണിക്കൂർ at least 1 hour. നമ്മുടെ ആത്മീക വ്യക്തിപരമായ ആരോഗ്യം, ആത്മീയ കാര്യം, ഇതിനു വേണ്ടി നമ്മൾ എത്ര തിരക്കുണ്ടെങ്കിലും ഉപയോഗിക്കണം. Let us use our spiritual time for it more than our busy അത് work. ദൈവവചനം വായിക്കാനായിരിക്കാം, പ്രാർത്ഥിക്കാനായിരിക്കാം, പേഴ്സണൽ എക്സസൈസിനായിരിക്കാം, മെഡിറ്റേഷൻ ആയിരിക്കാം, അങ്ങനെ എന്തിനു വേണമെങ്കിലും നമ്മൾ 1 മണിക്കൂറെങ്കിലും കുറഞ്ഞത് ഉപയോഗിക്കണം. We should use at least 1 hour for our spiritual development, physical growth, either reading Bible or meditating on it or praying or whatever could be to make our spiritual life grow. അതിനുവേണ്ടി വേണമെങ്കിൽ വെളുപ്പിനെ 4 മണിക്ക് എഴുന്നേക്കണം. For that we have to get up at 4 in the morning. അത് ചെയ്തേ പറ്റത്തുള്ളൂ. We must do it. ഇന്ന് പകൽ ഞാൻ പറയാം, I would like to say this. നമ്മൾ തോറ്റുപോകും. അല്ലെങ്കിൽ If not, we will become a failure. സഹോദരന്മാരെ, നമ്മൾ തോറ്റുപോകും. Children of God, we will be a failure. സഹോദരിമാരെ, ദൈവമക്കളെ, നമ്മൾ തോറ്റുപോകും. We will be a failure. ഈ പോരാട്ടത്തിൽ നമ്മൾ ജയിക്കാൻ To win this ദൈവഹിതത്തിനായി നമ്മളെ തന്നെ സമർപ്പിക്കണം. we have to surrender ourselves to God. ദൈവവചനം ഇങ്ങനെ പറയുന്നേ, This is what the word of God says. സൈന്യത്താലല്ല കേട്ടോ, It's not the power ശക്തി കൊണ്ടല്ല, army. ശക്തി കൊണ്ടല്ല, It's not by strength. നിങ്ങളുടെ അനുഗ്രഹം, It's not the strength that നമ്മളുടെ we have the അനുഗ്രഹം blessings. ദൈവത്തിന്റെ വിടുതലാണ്. Our blessings is through God. അതിനായി ദൈവസന്നിധിയിൽ ഏൽപ്പിക്കാം, Let us give ourselves to God. ദൈവഹിതത്തിനായി സമർപ്പിക്കാം. Let us give ourselves to ഈ God's plan. വചനങ്ങളാൽ ദൈവം നമ്മെ Let the അനുഗ്രഹിക്കും. Lord bless us through His word. ആമേൻ, ആമേൻ. Amen.